നമസ്കാരം. കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അതിൻ്റെ വ്യൂ ഒന്ന് നോക്കുമ്പോൾ അത്രമാത്രം ആരും കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് പറയുക, കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ കാറൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്നവരെയാണ് നിങ്ങൾ കണ്ടത് രാത്രിയിൽ. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ ഈ വാഹനം വാങ്ങിക്കുമ്പോൾ വാഹന പൂജ ചെയ്യണമെന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിയത്ത് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ അമ്പലം ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വെളിയ അഞ്ചുമൂർത്തി ക്ഷേത്രം നമ്മുടെ ശിവരാത്രിയുടെ അന്ന് നന്നായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ അമ്പലത്തിൽ പൂജിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെ സിന്ധു പോയ എൻ്റെ വാഹന പൂജയുടെ റെസീറ്റൊക്കെ എഴുതണം. അപ്പോൾ അതൊക്കെ എഴുതി തൊഴുത് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് തിരുമേനിക്ക് വേണ്ടി. തിരുമേനിക്ക് അകത്ത് കുറേ ആൾക്കാരുടെ അർച്ചനയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് തീർത്തിട്ട് പുള്ളി വരത്തുള്ളൂ. പക്ഷേ ഭയങ്കര വെയിൽ കാരണം കണ്ണുപോലും കാണാൻ പറ്റാത്ത വെയിലായിരുന്നു കേട്ടോ ആ ദിവസം. അമ്മാതിരിയായിരുന്നു. അപ്പോൾ എനിക്കധികം വീഡിയോ എടുക്കാനും തന്നെ ഒരു ക്ഷമയില്ലാത്തൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ ഇത്. ഇതേ പോറ്റി വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പം തന്നെ നല്ല സമയമായിട്ടുണ്ട് കേട്ടോ. 8 മണിയാകുമ്പോഴത്തേക്ക് നല്ല വെയിലായിരുന്നു. അപ്പം പോറ്റി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ കണ്ണനൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ണൻ ആക്ച്വലി അവൻ ഇതിനകത്തൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നു. ആത്മവിശ്വാസം അവനവന് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് വേറൊരാളും കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പോളിസി അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് എനിക്കും തോന്നാറുണ്ട്. ഞാൻ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. 2 വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ പോയിട്ട്. പക്ഷെ സത്യം പറയട്ടെ, ഞാനിത് ചെയ്തിട്ടില്ല. ഞാനത് മറന്നു പോയതാണോ ഇനി അങ്ങനെ ഒരു മനസ്സിലെ അത്ര ഒരു തോട്ട് പ്രോസസ്സ് എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇപ്പോഴും എൻ്റെ ആക്സസ് വാങ്ങിച്ചിട്ട് എനിക്ക് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്നോട് അത് ആരും അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുമില്ല. അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ സജീവനം പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യണം അമ്പലത്തിൽ, അതും വെളിയത്ത് അമ്പലത്തിൽ തന്നെ പോയിട്ട് അത് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും കണ്ണനും മാമിയും സിന്ധുവും കൂടെ വെളിയത്ത് അമ്പലത്തിൽ വന്നിട്ടുണ്ട്. കിങ്ങിണി പിന്നെ രാവിലെ എഴുന്നേൽക്കുന്ന പ്രശ്നമില്ലാത്തത് കാരണം അദ്ദേഹത്തിനെ കൂട്ടാൻ പറ്റില്ല. മോറോവർ അവൾക്ക് പരീക്ഷ ആയതുകൊണ്ട് ഞങ്ങൾ 1-2 സ്ഥലങ്ങളിൽ പോയിട്ടാണ് വരുന്നത് കൊണ്ട് അപ്പോൾ ഒരു ദിവസം കളയാൻ വയ്യാത്തതുകൊണ്ട് അവൾ വന്നിട്ടില്ല. അങ്ങനെ പിന്നെ തീർന്നിട്ടില്ല കേട്ടോ. തിരുമേനി ഇനിയും വരും കേട്ടോ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ മാത്രമല്ല, വെളിയത്ത് അമ്പലത്തിൽ ഇത് വാഹന പൂജ കഴിഞ്ഞ് നേരെ ഓടനാവട്ടം, അതായത് സജിയൻ്റെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ മാമി ഞങ്ങളെല്ലാവരും അവിടെ ഒന്ന് അമ്പലത്തിൽ പോയി തൊഴും. മാമി അവിടെ നിൽക്കും. അവിടെ പൊങ്കാലയും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ട് മാമി അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. ഞങ്ങൾ അവിടെ ഇറങ്ങി തൊഴുതിട്ട് ഞങ്ങൾ 3 പേരും കൂടെ നേരെ ഗണപതി അമ്പലത്തിൽ കൊട്ടാരക്കര പോവും. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകും. അതൊക്കെ ഞാൻ കാണിക്കാം. പക്ഷെ ഭയങ്കരമായിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം അതൊരു വെയിലായിരുന്നു. ആകെ തളർന്നു പോകുന്ന, പരസ്പരം നോക്കുമ്പോൾ അങ്ങനെ കത്തിപ്പോകുന്ന വെയിൽ. നമ്മൾ ഈ പകലിറങ്ങി ഇങ്ങനെ നടക്കാറില്ലല്ലോ അധികം. അതുപോലെ തന്നെ ഗണപതി അമ്പലത്തിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് ഒക്കെ കുറേ വാഹനങ്ങളുള്ള പാർക്കിംഗ് കുറേ ദൂരെയാണ്. അപ്പോൾ അവിടുന്ന് അമ്പലം വരെ ഇങ്ങനെ നടന്നു വരിക. അതിൻ്റെ ക്ഷീണം കൊണ്ട് എനിക്ക് വീഡിയോ പോലും ഞാൻ അമ്പലത്തിൻ്റെ അവിടെ ഒന്നും വീഡിയോ പോലും എടുത്തിട്ടില്ല. ഫോൺ പോലും എടുക്കാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും തൊഴുതിട്ട് അങ്ങ് വീട്ടിൽ എത്തണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ തിരുമേനി അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ചന്ദനം വാഹനത്തിന് ഇങ്ങനെ തൊടാൻ വേണ്ടിയിട്ട് തന്ന് കണ്ണനത് എല്ലായിടത്തും കൊണ്ടുവന്ന് തൊട്ട് അത് ഫുള്ളൊന്ന് അതിനെ തൊടുവിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാണ്ടല്ലോ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അന്ന്. ഭയങ്കര വെയിലായി. സത്യത്തിൽ ഭയങ്കര ടയേർഡായിപ്പോയായിരുന്നു. കൂവളമാല കേട്ടോ, ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് നമുക്ക് കിട്ടണ കൂവളത്തിൻ്റെ മാലയാണ് ശിവൻ്റെ. അതാണ് ഇടുന്നത്. ആ ഇല അതുപോലെ അതിൻ്റെയാണ് കൂവളമാല. നല്ല ഭംഗിയുണ്ട്. ഓവറായിട്ടിങ്ങനെ ചുവപ്പും പച്ചയും മഞ്ഞയുള്ള കളറ് അല്ലാത്ത ഇങ്ങനെയുള്ള ലൈറ്റ് കളറായതുകൊണ്ട് എനിക്ക് ആ മാല, കൂവളമാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ചിലരിങ്ങനെ വണ്ടിക്കകത്തൊക്കെ ഇങ്ങനെ മഞ്ഞ പൂവില്, ജമന്തി പൂവില്ലേ, അതിൻ്റെ മാലയല്ലേ, അത്ര താല്പര്യമില്ല. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. സൈലൻറ്റ് കളറല്ലേ, ശിവൻ്റെ കളറ്. അപ്പം ഞങ്ങൾ ഇത് കഴിഞ്ഞ് നേരെ ഓടനാവട്ടത്ത് അമ്പലത്തിലും പോയി. അത് കഴിഞ്ഞിട്ട് ഗണപതി അമ്പലത്തിലും പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കയറുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. വീട്ടിലേക്കല്ലേ, ഞങ്ങളുടെ വീട്ടിലേക്കല്ല, അമ്മയുടെ അനിയത്തിയുടെ മകളുടെ വീട്ടിൽ അമ്പിളിച്ചേച്ചി. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണ്ടും സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഒക്കെ ഏറ്റവും കൂടുതൽ
പോയി നിന്നിട്ടുള്ള വീടാട്ടോ. അത് ഇത് അമ്പിളി ചേച്ചിയുടെ മകളുടെ കുട്ടിയാണ്. ദേ മാളുക്കുട്ടി അമ്പിളി ചേച്ചിയുടെ മോളാണ്. അവൾ നേഴ്സാണ്. കൊല്ലം NS ഹോസ്പിറ്റലിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ഇന്ന് അവൾക്ക് ഓഫ് ഡേ ആയിരുന്നു. കുട്ടപ്പായി ഞങ്ങളെ കണ്ടത് അവന് പ്രാന്തായി. അവനിങ്ങനെ കുറേ ആൾക്കാരുള്ളതൊന്നും അവൻ നിന്നിട്ടില്ലല്ലോ. ആകെ അവൻ്റെ അമ്മുമ്മയുടെ അപ്പം മാത്രമേ അവൻ നിൽക്കാറുള്ളത് പകൽ സമയങ്ങളിൽ. അവൻ്റെ അമ്മ ഓഫ് കിട്ടുമ്പോൾ അവൻ്റെ അമ്മ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഇതാണ് ഞങ്ങളുടെ അമ്പിളി ചേച്ചി. പാവം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാട്ടോ അവിടെ ഒരുക്കി വെച്ചതെന്നറിയാമോ? അത് കഷ്ടം. ഇത് ഇന്നലെ സിന്ധു വെറുതെ പറഞ്ഞ് ഞങ്ങളവിടെ എന്തായാലും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വരുന്നല്ലോ, അപ്പം അമ്പലത്തിൻ്റെ അടുത്തും കൂടെ കയറിയിട്ട് വരുമെന്ന് പറഞ്ഞ ഉടനെ പക്ഷേ ഭക്ഷണം കഴിക്കുമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്തേ സദ്യ പോലെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിനത് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അമ്പിളി ചേച്ചിയുടെ ചിക്കൻ കറിയും കപ്പയും. ഇല്ല, ഷാപ്പിലൊക്കെ കിട്ടുന്നൊക്കെ ആൾക്കാർ പറയില്ലേ, സ്പെഷ്യൽ രീതിയിലുള്ള ചിക്കൻ കറിയാണ്. അപ്പം നമ്മൾ അത്രയും സ്പൈസിയുള്ള ആൾക്കാരല്ലെങ്കിൽ ചേച്ചി അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് സ്പൈസ് ഇടാണ്ട് നമുക്കുള്ള രീതിയിൽ നല്ല സൂപ്പറായിട്ട് കപ്പയും ചിക്കൻ കറിയും. പിന്നെ സാധാരണ നമ്മുടെ പരിപ്പ്, പപ്പടം, ചോറ്, അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി, അച്ചാർ, അങ്ങനെയുള്ള വിഭവങ്ങൾ ഇത് വേറെയുണ്ട്. ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് അമ്പലത്തിലെ ചിക്കൻ കറി. ആ റെഡ് കളർ കണ്ടോ ചിക്കൻ്റെ, അതും കപ്പയാണ്. നല്ല കപ്പയായിരുന്നു കേട്ടോ. കുറേ അങ്ങനെ കഴിച്ചു. ഞങ്ങൾ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നേരെ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാതെ ഇറങ്ങിയത്. പിന്നെ ഗണപതി അമ്പലത്തിൽ ഓഫ് കോഴ്സ് പോകുമ്പോൾ നമ്മൾ ഉണ്ണിയപ്പം മേടിക്കും. അത് ഞങ്ങളിങ്ങനെ ഒരു പാക്കറ്റ് ഇങ്ങനെ എടുത്ത് കഴിച്ചതല്ലാതെ വേറെ രാവിലെ ഭക്ഷണം കഴിച്ചില്ല. 3 അമ്പലം ദർശനം കഴിഞ്ഞ് നേരെ ഇവിടെ വന്നതാണ്. അങ്ങനെ ചേച്ചിയുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോകാനിറങ്ങി. അമ്പലജിക്ക് ഇവിടെ കടയാണുള്ളത്. അപ്പോൾ കണ്ട് സിന്ധുവിൻ്റെ ഇരിക്കുന്ന മുരിങ്ങക്കോല് അവിടെ സത്യത്തിൽ അത് വിൽക്കാൻ വെച്ചിരിക്കും മുരിങ്ങക്കോല്. ചേട്ടനും ചേച്ചിയും പറഞ്ഞു എന്തായാലും അത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മുരിങ്ങക്കോലുമായിട്ട് പോകാനിറങ്ങുക. അപ്പോൾ അത് കൊച്ചുമായിട്ട് ഇങ്ങനെ അവനോട് ടാറ്റ പറയുമായിരുന്നു കേട്ടോ. ആക്ച്വലി അവന് ഞങ്ങൾക്ക് അമ്മുമ്മമാരാട്ടോ ഞങ്ങൾ വരുന്നത്. അവനെങ്ങാണ് അമ്മുമ്മയെന്നങ്ങനെ വിളിച്ചാൽ നമ്മൾ തളർന്നു പോയേനെ. അവനൊന്നും വിളിച്ചില്ല എന്നുള്ളതാണ് സത്യം. അച്ചു ആണ് കേട്ടോ. അമ്പലച്ചിക്ക് 2 മക്കളാണ്, മാളു, അച്ചു. അതേ കറുത്ത ഷർട്ടിട്ടതാണ് അച്ചു. അങ്ങനെ ഞങ്ങൾ ടാറ്റ പറഞ്ഞിട്ട് നേരെ പോകുന്നത് ഒരു ജ്വല്ലറി ഞങ്ങൾക്ക് പോകണം. കൊട്ടാരക്കര തിരിച്ചു പോകുന്ന വഴി. അത് അക്കച്ചിയുടെ ഒരു ചേട്ടനില്ലേ, അക്കച്ചിയുടെ ഹസ്ബൻഡ്, ചേട്ടൻ്റെ പെങ്ങളുടെ കുട്ടി ഇങ്ങനെ വലുതായിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, മുതിർന്ന കുട്ടിയാവുമ്പോൾ. അപ്പോൾ ഒരു ഗോൾഡ് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുക അളവ് സാധനം തന്നിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. കാരണം വീട്ടിൽ പോയ വ്ളോഗൊന്നും എടുത്തില്ല, അമ്മാതിരി വെയിലായതുകൊണ്ട് ക്ഷീണിച്ചു. അങ്ങനെ മോതിരമൊക്കെ വാങ്ങിച്ചത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ചൂസ് ചെയ്ത മോതിരം അത്യാവശ്യം നല്ല മോതിരമായിരുന്നു. ആ ജ്വല്ലറിക്കാർ അവർ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. എനിക്ക് ക്ഷീണമായതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല ഗൈസ്. അപ്പോൾ ഓക്കെ.